പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അത് താങ്ങാനാവാതെ ആകെ തളർന്നിരിക്കുകയാണ്. കാരണം അന്യനാടായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു പേടിയും ഭയവുമായിരുന്നു നയനയുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ദേവയാനിയും എല്ലാവരും ചേർന്ന് നയനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും നയനയുടെ കാര്യത്തിൽ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ആദർശിനെ ആലോചിച്ചുള്ള സങ്കടത്തിൽ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം ഒക്കെ ഉണ്ടായിരുന്നു. ദേവയാനിക്കും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും നയനയുടെ മുമ്പിൽ അത് അടക്കി പിടിച്ചാണ് നിന്നിരുന്നത്. അങ്ങനെ പിന്നെ അതിൻ്റെ കാര്യവുമൊക്കെ ആയിട്ട് എല്ലാവരും ആദർശിൻ്റെ അന്വേഷണത്തിനും എന്താണ് അവിടെ സംഭവിച്ചതൊക്കെ അന്വേഷണത്തുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ അഭിയും ജലജയും സംസാരിക്കുന്നത് നയന കേൾക്കാനിടയാവുന്നത്. ആദർശിനെ കുറിച്ചായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവൻ ഒരിക്കലും ജയിലിൽ ഇറങ്ങരുത്, അവന് ജയിലിലായതിന് പിന്നിൽ ഞാനാണ് എന്നുള്ളത് ഇവിടെ ആരും അറിയരുത്, അത് അറിയാതെ നമ്മൾ ശ്രദ്ധിക്കണം, അവനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നമുക്ക് പരമാവധി കുറയ്ക്കാമെന്നൊക്കെ പറയുകയാണ്. ഈ വാർത്ത കേട്ടുകൊണ്ടാണ്, ഈ ഒരു സംസാരം കേട്ടുകൊണ്ടാണ് നയന അവിടേക്ക് വരുന്നത്. എന്നിട്ട് ആ ഒരു സംസാരത്തിൽ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്ത്, ആദർശേട്ടനെ ജയിലിലാക്കിയതിന് പിന്നിൽ ഇവനാണെന്നോ? ഇവനെങ്ങനെ അതിനൊക്കെ കഴിയുന്നു? എന്ത് തെറ്റാ അതിന് മാത്രം ആദർശേട്ടൻ ചെയ്തിട്ടുള്ളത്? ഇവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമല്ലോ, അത് നന്ദുവിനെ തന്നെ ഏൽപ്പിക്കണം. എൻ്റെ ആദർശേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് അവനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല, എന്തായാലും അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് അബിയുടെ സംസാരം കേട്ട ആ ഒരു ദേഷ്യത്തിൽ അബിയുടെ അടുത്തോട്ട് വന്നിട്ട് ഷർട്ടിൻ്റെ കോളറൊക്കെ പിടിക്കുകയാണ്. എന്നിട്ട്, എടാ ദ്രോഹി, നിന്നെ വെറുതെ വിട്ടതിന് നീ തന്ന ശിക്ഷയാണല്ലേ, നീ എന്താ ഇപ്പോൾ സംസാരിച്ചത് എന്നുള്ളത് ഞാൻ കേട്ടു. എൻ്റെ ആദർശേട്ടനെ ജയിലിലാക്കിയതിന് പിന്നിൽ നീയാണല്ലേ, എടാ ദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. എന്നിട്ട്, ഇനി നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ച് നിൽക്കില്ല, നിൻ്റെ ഭാര്യ എല്ലാം അറിയട്ടെ, എനിക്ക് ഇനി ചേച്ചിയും കണക്കാണ്, നീയും കണക്കാണ്, അതുകൊണ്ട് എല്ലാവരും അറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട്, എന്തൊക്കെ ഏട്ടത്തി പറയുന്നത്, അതിന് ഞാൻ എന്താ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുമ്പോൾ, നീ ഇനി കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനൊന്നും നോക്കണ്ട, ആദർശേട്ടനെ ജയിലിലാക്കിയതിന് പിന്നിൽ നീയാണെന്നുള്ളത് നീ സംസാരിക്കുന്നത് നിൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു, അതിനെക്കൊണ്ട് ഇനി നീ കുറിച്ചു വെച്ചോ, നിൻ്റെ പതനം അടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെയും ദേവയാനിയുടെയും അടുത്തോട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ അഭിയാണ് ഈ ചതി ചെയ്തത് എന്നുള്ളത് അവരോട് തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകെ ദേഷ്യം പിടിച്ചിട്ട്, ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടതുകൊണ്ടാണ് ഇത്രയും വഷളായത്, അന്ന് തന്നെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു, നവ്യയെ ആലോചിച്ചിട്ടായിരുന്നു നിങ്ങൾ അന്ന് എന്നെ എതിർത്തത്, പക്ഷെ അത് അന്ന് തന്നെ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. പാവം ആദർശാണ് എല്ലാത്തിലും കുടുങ്ങിയിരിക്കുന്നത്, നിരപരാധിയായ അവൻ എത്ര സഹിക്കേണ്ടി വന്നു, ഇതൊന്നും പുറക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നന്ദുവിനെ തന്നെ അബിയെ ചോദ്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അബി പുറത്തു പോകുന്ന സമയത്ത് അബിയെ നന്ദു പിടികൂടുകയും കസ്റ്റഡിയിൽ എടുക്കുകയും മറ്റൊരിടത്ത് താമസിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അബിയെ കാണാതായി എന്നുള്ള രീതിയിലാണ് അനന്തപുരിയിൽ ജലജയും നവ്യയും അറിയുന്നത്. നമ്മുടെ നന്ദു പൊക്കിയതാണ് എന്നുള്ള വിവരം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അബിയെ ക്രൂരമായിട്ട് തന്നെ നന്ദു ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട്, നിന്നെയൊക്കെ വെറുതെ വിട്ടതിന് കിട്ടിയ ശിക്ഷയാണല്ലേ, എന്താണ് നീ ചെയ്തത്, ഇനി നീ പട്ടിണി കിടന്ന് എൻ്റെ ക്രൂരതകളും സഹിച്ച് ഇവിടെ കഴിയേണ്ടി വരും, അല്ലെങ്കിൽ സത്യം എന്താണെന്ന് തുറന്ന് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അബിയെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സത്യങ്ങൾ പറയിപ്പിച്ചതിന് ശേഷം അബിയെ വിടുകയോ ഒന്നും ചെയ്യുന്നില്ല. അവൻ പാഠം പഠിപ്പിക്കാനായിട്ട് നന്ദു ഓരോ കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ശിക്ഷ കൊടുക്കുകയും ചെയ്യുകയാണ് നന്ദു.